വെൽക്കം യു ഓൾ ടു മാസ്റ്റർ കീ അക്കാഡമി. ഐ ആം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് ആക്ച്വലി എക്കണോമിക്സ് എന്താണ്, അതേപോലെ തന്നെ നമുക്ക് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങളുടെ സിലബസിൽ ഇൻഡിഫറൻസ് കർവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ബിഗിനിങ്, ഒരു ഇൻട്രൊഡക്ടറി സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാനായി പോകുന്നത്. സോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. നമ്മുടെ രാജ്യത്ത് ധാരാളമായി പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ ഓഫ് ഗുഡ്സ് നടക്കാറുണ്ട്. അതായത് നമ്മള് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് കമോഡിറ്റീസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതേപോലെ നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യാറും ഉണ്ട് അല്ലെ. സോ ഈ കാര്യങ്ങളെല്ലാം എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എക്കോണമിയിലെ പ്രൊഡക്ഷനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മള് ഈ കമോഡിറ്റീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ ഇതിനെ കയറ്റുമതി ചെയ്യും. അപ്പൊ കയറ്റുമതി ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇൻകം കിട്ടും അല്ലെ. സോ ഓഫ് കോഴ്സ് അത് എന്ത് തന്നെയാണ്? ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മണി. സോ ഇക്കണോമിക്സില് പ്രൊഡക്ഷൻ വരും, എക്സ്ചേഞ്ച്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ലെ, എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. പിന്നീട് മണി എന്നുള്ള കോൺസെപ്റ്റ് കടന്നു വരികയും ഒരു കമോഡിറ്റി ഞാൻ വാങ്ങുന്നു, അപ്പൊ അതിന് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം വരുന്നു. ദാറ്റ് ഫോൾസ് അണ്ടർ ഇക്കണോമിക്സ്. എനിക്ക് ഈ ഒരു ബന്ന് വേണം, ഞാനത് മേടിച്ചു. സോ ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് കൺസംഷൻ. സോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ, ഇത് മൂന്നും കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു 10 രൂപ വേണം. അപ്പൊ എന്ത് കിട്ടി? എനിക്കൊരു 10 രൂപ കിട്ടി. പിന്നീട് ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഒരു 10 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, വീണ്ടും ഒരു 10 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. വിച്ച് മീൻസ് ദാറ്റ് ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അൺലിമിറ്റഡ് ആണ്. എപ്പോഴും ഇൻഡിവിജ്വൽസിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം, മാക്സിമം നമുക്ക് വെൽഫെയർ കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ്? റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്കേഴ്സ് ആണ്. റിസോഴ്സ് അവൈലബിലിറ്റിയിൽ ഷോർട്ടേജ് ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണം. കാരണം ജനറലി പറയുന്ന ഒരു കേസ് ഉണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ടു മീറ്റ് ദീസ് വാണ്ട്സ് ആർ ലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന റിസോഴ്സസ് they are limited. So basically scarcity of resources and choice ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഒന്നാമത് റിസോഴ്സസ് വളരെ സ്കേഴ്സ് ആണ് നമ്മുടെ എക്കോണമിയിൽ. സോ ഉള്ള റിസോഴ്സസിൽ നിന്നും നമ്മുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന റിസോഴ്സസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ്. ഇനി നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഇപ്പൊ ഞാനൊരു ഓണ്ടർപ്രീനർ ആണ്. ഓണ്ടർപ്രീനർ ഇസ് എ പേഴ്സൺ ഹു റൺസ് എ ബിസിനസ്. അപ്പൊ ഞാനൊരു ഓണ്ടർപ്രീനർ ആവുന്ന സമയത്ത് എനിക്ക് കുറെ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? കുറെ ഇൻപുട്ടുകൾ ആവശ്യമാണ്, കുറെ റിസോഴ്സസ് ആവശ്യമാണ്. പക്ഷേ എന്നെ പോലെ തന്നെ ഒരുപാട് ഓണ്ടർപ്രീനേഴ്സ് ഉണ്ട്, അവർക്കും റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? That would create problems. So എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, കൺസേൺ ചെയ്യേണ്ട, നമ്മളെപ്പോഴും മൈൻഡിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സ്കാർസിറ്റി അല്ലെ. അപ്പൊ സ്കാർസിറ്റി വരുമ്പോഴാണ് നമുക്ക് ചോയ്സസ് വരുന്നത്. ഇപ്പൊ നമ്മള് ഒരു കടയിലേക്ക് പോകുന്നു, നമ്മളെ കയ്യില് ഒരു 1000 രൂപയാണ് ഉള്ളത്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോവാ, സേ ഫോർ എക്സാമ്പിൾ ഒരു തുണി എടുക്കാൻ പോവാണ്, ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ ഒരു കടയിലേക്ക് പോയപ്പോ കടയില് ഒരുപാട് കമോഡിറ്റീസ് കിടക്കുന്നുണ്ട്, ഒരുപാട് ക്ലോത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാണ് അതൊരു വലിയ കടയാണെന്ന് പ്രതീക്ഷിക്കാം.
അപ്പൊ ഞാൻ പറയാണ് എനിക്ക് 1000 രൂപയ്ക്ക് ചൂടയുള്ള കമോഡിറ്റി മതി. ചൂട മീൻസ് കുറവുള്ള കമോഡിറ്റി മതി. സോ അവിടെ കിട്ടാനില്ല, സ്കാർസിറ്റി ആണ്. കാരണം എന്താ, എല്ലാ 1000 രൂപയ്ക്ക് മുകളിലാ. അപ്പൊ ഇവിടെ ഞാൻ ഉള്ളത് വെച്ച് ഒരു 2-3 ഡ്രസ് ഉണ്ട്, ഞാൻ വേറെ കടയിൽ പോവാനും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഈ ഉള്ളതിൽ വെച്ച് ഏതെങ്കിലും ഒന്ന് ദ ബെസ്റ്റ് എടുക്കും. ഇതുപോലെയാണ് ഹ്യൂമൻ ബീയിങ്സും. നമ്മുടെ കയ്യില് റിസോഴ്സസ് വളരെ സ്കേഴ്സാ. സോ ഈ ഉള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഫാമർ, അദ്ദേഹത്തിന് പാഡി വളർത്താം, ഷുഗർ കെയിൻ വളർത്താം, ബനാന കൾട്ടിവേഷൻ ചെയ്യാം, കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യാം. പക്ഷെ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു കൾട്ടിവേഷൻ മാനറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് തീരുമാനിക്കണം? എനിക്കത് പ്രോഫിറ്റബിൾ ആണോ, എന്നെ കൊണ്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കണം. അല്ലാതെ പ്രൊസീഡ് ചെയ്തിട്ട് യാതൊരു കാര്യവും അവിടെ ഇല്ല. അപ്പൊ എക്കണോമിക്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലെ. വെൽത്ത് ഓഫ് നേഷൻ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം തീർത്തും ഗവൺമെന്റിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് എന്ത് തരത്തിലുള്ള ഇംപെർഫെക്ഷൻസ് വന്നാലും പ്രോബ്ലം വന്നാലും അതെല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് സെറ്റ് ആയിക്കോളും എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വാണ്ട് എന്നുള്ളത് നോക്കാം. ഇറ്റ് മീൻസ് വിഷ്, ഡിസയർ ഓർ മോട്ടീവ് ടു ഓൺ ഓർ ആൻഡ് യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഗിവ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ എബിലിറ്റി പ്ലസ് വില്ലിംഗ്നെസ് ടു പർച്ചേസ് എ കമോഡിറ്റി. എന്താണ് ഈ എബിലിറ്റി പ്ലസ് വില്ലിംഗ്നെസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു കൺസ്യൂമറാ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ സോർട്ട് ഓഫ് കമോഡിറ്റി വാങ്ങാൻ ഞാൻ റെഡിയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഈ പെന്ന് എനിക്ക് വേണം. ഓക്കെ, എനിക്ക് വേണം. അപ്പൊ ഇത് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. ദാറ്റ് ഇസ് വില്ലിംഗ്നെസ്. വെറുതെ തയ്യാറായിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്തുണ്ടായിരിക്കണം? എബിലിറ്റി ഉണ്ടാവണം. അതായത് എനിക്ക് ഈ പെന്ന് വാങ്ങാനായിട്ടുള്ള ക്യാഷ് ഉണ്ടാവണം അല്ലെ. ക്യാഷ് ഇല്ലാതെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? കാര്യമില്ല. അപ്പൊ എനിക്ക് ഈ പെന്ന് വാങ്ങാനായിട്ടുള്ള കഴിവ് ഇൻ ദ സെൻസ് പൈസ വേണം, ആഗ്രഹവും വേണം. ഇതെല്ലാം ക്രോഡീകരിച്ച് വരുന്നതാണ് നമ്മുടെ വാണ്ട് എന്ന് പറയുന്നത്. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി എന്നൊക്കെ പറയൂ അല്ലെ. ഭയങ്കരമായിട്ട് ഞാൻ ദാഹിച്ചിരിക്കുക, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം. അപ്പൊ എന്താ, വെള്ളം കുടിക്കണം അല്ലെ. അപ്പൊ അതെനിക്ക് വേണം. ഇനി ഇത് അൺലിമിറ്റഡ് ഇൻ നമ്പറാ. അതെപ്പോഴും അങ്ങനെ തന്നെയാ അല്ലെ. നമുക്ക് കിട്ടിയാലും എന്താവില്ല, മടുക്കില്ല. ആസ് കൺസ്യൂമേഴ്സ് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? വീണ്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാ. ഇത് സബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റീവ് ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഈ പെന്ന് മേടിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചിലപ്പോ ഈ പെന്ന് മേടിച്ചാൽ വേറൊരു വ്യക്തി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ. ഇത് ഹാബിറ്റ്സ്, കസ്റ്റംസ് ആയിട്ട് മാറാറുണ്ട്. അതായത് ചില കമോഡിറ്റീസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില പെർഫ്യൂമുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റുകൾ, അല്ലെങ്കിൽ സോപ്പ്. ഇത് ചിലപ്പോൾ കാലാകാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പം ഇനിയും നമ്മൾ അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്, കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാ കമോഡിറ്റീസ് വാങ്ങുന്നത്? നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രിഫർ ചെയ്യാൻ നമ്മൾ റെഡിയാവൂ? ഇല്ല. അപ്പൊ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ വാണ്ട്സിനെ നമുക്ക് 3 ആയിട്ട് പറയാം. 1 നെസസറീസ്, 2 കംഫർട്ട്സ്, 3 ലക്ഷറീസ്. എന്താണ് നെസസറീസ്? അതായത് നമുക്കിപ്പോ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, നമുക്ക് ആസ് ഹ്യൂമൻ ബീങ്സ് ഈ സമൂഹത്തിൽ നിൽക്കാൻ കുറച്ച് കാര്യങ്ങൾ വേണം അല്ലെ. അതിനെ നെസസറീസ് എന്നുള്ള കാറ്റഗറി കൊണ്ടുവരാം. നെസസറീസ് ഫോർ എഫിഷ്യൻസി, നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ,
എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് ഡിജിറ്റൽ റൈറ്റർ വേണം, ഡിജിറ്റൽ പെന്ന് വേണം, എനിക്ക് മൗസ് വേണം, ലാപ്പ് വേണം, എങ്കിൽ എനിക്ക് എഫിഷ്യന്റ് ആയി ക്ലാസ് എടുക്കാൻ പറ്റും. സോ അതിന് വേണമെങ്കിൽ എനിക്കിത് നെസസറി ആയിട്ട് പറയാം. കൺവെൻഷണൽ നെസസറീസ് പണ്ടുകാലം മുതൽ തന്നെ നമുക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടുവന്നത് ആ ഒരു സിസ്റ്റം പ്രകാരമാണ്. അപ്പൊ അതുകൊണ്ട് അതേ പാറ്റേണിൽ തന്നെ നമുക്കത് ഫോളോ ചെയ്യുക. പുതിയത് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ലാത്ത അവസ്ഥ. കംഫർട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു സേഫ് സോൺസ്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എന്നൊരു കണ്ടീഷൻ. ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാംലെസ് ആയിട്ടുള്ള ലക്ഷറീസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള ലക്ഷറീസും ഉണ്ട്. ഹാംലെസ് ആയിട്ടുള്ള ലക്ഷറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ ഈ ലക്ഷറി കമോഡിറ്റിയിലേക്ക് പോണേ? നമ്മള് സൊസൈറ്റിയിൽ ജനറലി അങ്ങനെ തന്നെയാണ്. സൊസൈറ്റിയിൽ ഒരു പ്രിഫറൻസ് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുക, അപ്പൊ ഒരു വലിയൊരു കാറ് സേ ഫോർ എക്സാമ്പിൾ BMW കിടക്കുന്നു. BMW ഇന്നത്തെ കാലത്ത് വലിയ ഒരു ഇതായിട്ടല്ല പറയുന്നത്, എങ്കിലും ഒരു എക്സാമ്പിൾ പോലെ പറയുവാണ്. ഒരു BMW ഇങ്ങനെ പാസ് ചെയ്ത് പോവാ. അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കൂല്ലേ? അപ്പൊ ഒന്ന് നോക്കുമ്പോ ആ കാറ് മാത്രമല്ല ഉള്ളിലിരിക്കുന്ന ആളെയും നമ്മളൊന്ന് നോക്കും. എന്നിട്ട് ഉടനെ നമ്മൾ പറയുന്നത് എന്താ? അവൻ ഭയങ്കര പൈസക്കാരനാണ്. സാധാരണ നമ്മളെപ്പോഴും വന്നു പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണത് അല്ലെ. എല്ലാവരിലേക്കും പറയുകയല്ല, ചിലരിലേക്കെങ്കിലും അത് പറയുകയാണ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ ബീയിങ്സിന്റെ ടെൻഡൻസിയാണ്. ആ ഒരു വാവ് എലിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷൂറിയസ് കമോഡിറ്റിയിലേക്ക് പോണത്. ഞാനൊരു വീട് വെക്കുന്നു, ഒരു ലക്ഷൂറിയസ് വീട് വെക്കുന്നു. അത് എന്റെ പറമ്പില് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ വെക്കുകയാണെങ്കിൽ അത് ഹാംലെസ് ലക്ഷറിയാ, കുഴപ്പമൊന്നുമില്ല അല്ലെ. നേരെ മറിച്ച് ഞാനൊരു വലിയ വണ്ടി ഓടിച്ച് ഒരാളെ ഹിറ്റ് ചെയ്യുന്നു, അത് ഹാംഫുൾ ലക്ഷറിയാണ്. എന്റെ കയ്യിലുള്ള ഒരു ലക്ഷൂറിയസ് കമോഡിറ്റി ഉപയോഗിച്ച് ഞാൻ വേറെ ആൾക്ക് ഉപദ്രവം ക്രിയേറ്റ് ചെയ്യാണ്. സോ ദാറ്റ്സ് എ പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ. സോ വാണ്ട് എന്ന് പറഞ്ഞാൽ എബിലിറ്റി പ്ലസ് വില്ലിങ്നെസ്. പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, ഒരുപാട് പ്രോബ്ലമാറ്റിക് കണ്ടീഷനിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? ദാഹിച്ചിട്ട് വയ്യ, എനിക്കിപ്പോ ദാഹിച്ചിട്ട് വയ്യ, ഒരു രക്ഷയില്ല, ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ, ദാഹം സഹിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കാം അല്ലെ. അപ്പൊ ഈ വെള്ളത്തിന് എന്തിനുള്ള ക്യാരക്ടർ ഉണ്ട്? ഈ വെള്ളത്തിന് എന്റെ ആവശ്യത്തിനെ സംതൃപ്തിപ്പെടുത്താനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി. എനിക്ക് ദാഹമുണ്ട്, ഈ ദാഹത്തിനെ തൃപ്തിപ്പെടുത്താൻ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് സാധിക്കുന്നു. അപ്പൊ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് എന്തുണ്ട്? യൂട്ടിലിറ്റി ഉണ്ട്. എനിക്ക് എഴുതണം, ഇപ്പൊ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, ഈ പെന്നിന് എഴുതി സഹായിക്കാനായിട്ടുള്ള യൂട്ടിലിറ്റിയും ഉണ്ട്. അപ്പൊ നമ്മള് ഈ പെൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. വളരെ ദാഹിച്ചിരിക്കുമ്പോ നമുക്കൊരു നുള്ള വെള്ളം കിട്ടിയാൽ പോലും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പെന്നിന് 100 രൂപ കൊടുത്തു, 100 രൂപ തന്നെ ഉപയോഗിച്ച, അതായത് ആ പൈസ ചെലവാക്കിയതിന് കൃത്യമായി എനിക്ക് ഇതിന് യൂസ് വാല്യൂ ഉണ്ടെങ്കിൽ ഇത് യൂട്ടിലിറ്റി ഉണ്ട്. ഇനി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റീവ് ആണ്. അതായത് ചിലപ്പോ എനിക്ക് ദാഹിച്ചിരിക്കുക, അപ്പൊ എനിക്ക് ഈ ഗ്ലാസ്സിലെ വെള്ളം മാത്രം മതിയാവും എന്റെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ. മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാ? ഒരു കുപ്പി വെള്ളം വേണ്ടി വരും. എനിക്ക് ചായ കുടിക്കുന്നതാ ഇഷ്ടം, വേറൊരു വ്യക്തിക്ക് കാപ്പി കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. സോ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അല്ലെ. എപ്പോഴും ഇത് എന്താവില്ല? സ്റ്റേബിൾ ആവില്ല. ഇനി എക്കണോമിക് സെൻസിൽ പറയുന്നത്, ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് നല്ലപോലെ വരുമാനം കിട്ടുന്ന ഒന്നാണ് ലിക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിക്കർ കൺസ്യൂം ചെയ്യുന്ന വ്യക്തികൾക്ക് കുറെ കാലം ലിക്കർ ഒന്നും കൺസ്യൂം ചെയ്യാതെ അവര് പുതിയതായി കൺസ്യൂം അല്ലെങ്കിൽ വീണ്ടും കൺസ്യൂം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ലിക്കർ കുടിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അവർ ആ ലിക്കർ കൺസ്യൂം ചെയ്യുന്നത്. സോ ദേ ബിക്കം ഹൈലി സാറ്റിസ്ഫൈഡ്.
അപ്പൊ ആ ലിക്കർ അവർക്ക് യൂട്ടിലിറ്റി ആണ്. ചിലപ്പോ നമ്മൾ ലിക്കർ കാണുമ്പോ എന്ത് തോന്നും? ലിക്കർ കൺസ്യൂം ചെയ്യാത്തവര് നമ്മൾ തോന്നും, ഇയാൾ എന്താ കാണിക്കുന്നത്, ദിസ് ഇസ് ഓക്വേർഡ് അല്ലെ? വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ലിക്കറൊക്കെ കുടിക്കുന്ന സമയത്ത്? അവർക്കൊക്കെ എത്ര വിഷമം ഉണ്ടാവും എന്നുള്ളതായിരിക്കാം നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്താ? വാവ്, ഇറ്റ്സ് സൂപ്പർ, കൊള്ളാലോ, നല്ല രുചിയുണ്ട് എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. സോ ഇറ്റ് ഡിപെൻഡ്സ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ. യൂട്ടിലിറ്റി ഇസ് എത്തിക്കലി ന്യൂട്രൽ. നമ്മൾ എപ്പോഴും പറയും എനിക്ക് ശരിയായത് മറ്റൊരു വ്യക്തിക്ക് ശരിയാവണമെന്നില്ല, അദ്ദേഹത്തിന് ശരിയായത് എനിക്ക് ശരിയാവണമെന്നുമില്ല. സോ ഇതെല്ലാം എന്താ? കാഴ്ചപ്പാടുകളാണ് അല്ലെ? ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് ഫോംസ് ഓഫ് കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. അത് അവരുടെ കോൺസെപ്റ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഈ കൺസ്യൂമേഴ്സിന്റെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇനിയാണ് നമ്മളുടെ ഏരിയയിലേക്ക് കയറുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് തരത്തിലുള്ള തിയറികളാണ് ഉള്ളത്. ഒന്ന് മാർജിനൽ യൂട്ടിലിറ്റി തിയറി, രണ്ട് ഇൻഡിഫറൻസ് കർവ്. ഇതിൽ ഈ ഇൻഡിഫറൻസ് കർവാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇൻട്രോ പറയാതെ നമുക്ക് കയറിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻട്രോ പറഞ്ഞത്. മാർജിനൽ യൂട്ടിലിറ്റി ആൽഫ്രഡ് മാർഷലും ഇൻഡിഫറൻസ് കർവ് JR ഹിക്സ് RGD അലനുമാണ് കൊണ്ടുവന്നത്. ഇതിന്റെ സയന്റിഫിക് ടെസ്റ്റിംഗ് എഡ്ജ്വർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ ഞാൻ ഇൻഡിഫറൻസ് കർവ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. മാർജിനൽ യൂട്ടിലിറ്റി ആൽഫ്രഡ് മാർഷൽ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൺസ്യൂമർ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ 10 രൂപ ഒരു ഓറഞ്ച് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ 1 കിലോ ഓറഞ്ച്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയണുള്ളൂ, 10 രൂപയ്ക്കൊന്നും കിട്ടില്ല. 1 കിലോ ഓറഞ്ച് വാങ്ങാൻ വേണ്ടി 10 രൂപ ഞാൻ എന്ത് ചെയ്തു? ചെലവാക്കി. ഓറഞ്ച് മേടിച്ചു. ഓറഞ്ച് മേടിച്ചിട്ട് കഴിച്ചു നോക്കി. അപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഒരു 10 രൂപയും കൂടെ കൊടുത്ത് 1 കിലോയും കൂടി വാങ്ങി. സോ ഇവിടെ അഡീഷണൽ ആയിട്ട് ഞാൻ പൈസയും ചെലവാക്കുന്നുണ്ട്, അഡീഷണൽ ക്വാണ്ടിറ്റിയും ഞാൻ വാങ്ങുന്നുണ്ട്. ബിക്കോസ് മൈ സാറ്റിസ്ഫാക്ഷൻ ഹാഡ് ഇൻക്രീസ്ഡ്. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു കമോഡിറ്റി വാങ്ങുമ്പോൾ എനിക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ടോട്ടൽ. ഇവിടെ 1 കിലോ കഴിച്ച് ഞാൻ ഓക്കെ ആയി, വീണ്ടും ഞാൻ വാങ്ങുക. സോ എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അഗെയിൻ ഇറ്റ് ഇൻക്രീസ്ഡ് അല്ലെ? സോ മാർഷലിന്റെ കോൺസെപ്റ്റില് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു ന്യൂമറിക്കൽ സ്കോർ ആണ് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് അവിടെ പറയുന്നത്. യൂട്ടിലിറ്റി എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നതാണ് യൂട്ടിൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട്. എന്താണ് യൂട്ടിൽസ് അല്ലെ? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലോത്ത് മെഷർ ചെയ്യാൻ ഒരു ഫോം, അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാൻ ഒരു ഫോം, ഇങ്ങനെയൊക്കെ പറയില്ലേ? അതേപോലെ നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമാണ് യൂട്ടിൽസ്. നമുക്ക് ഇതിനെ ബേസിക് ആയിട്ട് രണ്ട് രീതിയിൽ പറയാം. ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഞാന് ഒരു കടയിലേക്ക് പോണു, അവിടുന്ന് ഞാനൊരു ബിരിയാണി കഴിച്ചു, ഒരു ബിരിയാണി കഴിച്ചു. ഞാൻ അതിന്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചു, അതിന്റെ കൂടെ ഞാൻ മൊജേറ്റോ കുടിച്ചു. അപ്പൊ ഇതിൽ നിന്ന് എല്ലാം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ആ എല്ലാം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു മന്തി കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചു, അതേപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചു, ഒരു മൊജേറ്റോയും കുടിച്ചു. സോ ഈ സംഭവങ്ങളെ എല്ലാം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി ആണ് അല്ലെ? അതായത് ഞാൻ ഒരു ബിരിയാണി കഴിച്ചു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അടുത്തത് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചു, അപ്പൊ കുറച്ചുകൂടെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ആ കുറച്ചുകൂടെ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ, ഓൾറെഡി ഞാൻ ഹാപ്പിയാണ്, അതിന്റെ കൂടെ വേറെ കാര്യം കൂട്ടിയപ്പോ ഞാൻ എക്സ്ട്രീംലി ഹാപ്പി ആയി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ലേ, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കാണാനുള്ള ഫോമാണ് TUN - TUN - 1. അതായത് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കമോഡിറ്റി വാങ്ങിയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, എനിക്ക് 10
ടോട്ടൽ യൂട്ടിലിറ്റി ആണ് കിട്ടുന്നത്. അത് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 2 കമോഡിറ്റി വാങ്ങിയപ്പോൾ എനിക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 20 ആണ്. യൂട്ടിൽസിൽ മെഷർ ചെയ്തിട്ടാണ് അതിനെ എഴുതുന്നത്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ എഴുതാ? ഞാൻ ഒരു കമോഡിറ്റി മേടിച്ചപ്പോൾ 10 കിട്ടി. അപ്പൊ എനിക്ക് അവിടെ ഒന്നും പുതിയതായിട്ട് കിട്ടുന്നില്ല. പുതിയതായി അല്ലെങ്കിൽ അഡീഷണൽ ആയി കിട്ടുമ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്. ഒന്നും കിട്ടുന്നില്ല. രണ്ടാമത്തത് വാങ്ങിയപ്പോൾ എനിക്ക് 20 യൂട്ടിലിറ്റി കിട്ടി. ആദ്യം എത്രയാ? 10. ഇപ്പൊ എത്രയാ? 20. ദാറ്റ് ഈസ് TUN മൈനസ് TUN മൈനസ് 1. ഇതിനെ TUN എന്ന് നമുക്ക് രേഖപ്പെടുത്താം. ഇതിനെ TUN മൈനസ് 1. N മൈനസ് 1 എന്ന് പറഞ്ഞ ഇതെന്ന് കുറച്ചത് ഒരെണ്ണം മുമ്പിലോട്ട്. അതായത് ഇപ്പൊ TUN എന്ന് പറഞ്ഞാ ഈ N സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കമോഡിറ്റി, അതായത് ഇത്. TUN മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 മൈനസ് 1 ഒന്നാമത്തെ കമോഡിറ്റി, അതായത് ഇത്. അപ്പൊ 20 10 കുറച്ച് 10 ആണ് എന്റെ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ അധികമായി എത്ര കിട്ടുന്നു എന്നുള്ളതാണ് മാർജിനൽ, മൊത്തം എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ടോട്ടൽ. മാർജിനൽ യൂട്ടിലിറ്റിന് ഒരുപാട് അസംഷൻസ് ഉണ്ട്. ഒന്ന്, കൺസ്യൂമർ വളരെയധികം റാഷണൽ ആണ്. നമ്മൾ എല്ലാവരും റാഷണൽ തന്നെയാണ് അല്ലെ, ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. യൂട്ടിലിറ്റി കാർഡിനൽ ആണ്, അതായത് മെഷറബിൾ ആ. 1 2 3 ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. യൂട്ടിൽസിലാണ് അവയെ രേഖപ്പെടുത്തുന്നത്. യൂട്ടിലിറ്റി നമ്മൾ എപ്പോഴും മണിയുടെ ബേസിസിലാണ് ടാബുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഗുണവും ഇല്ലെങ്കിൽ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്ലാസ്സിലെ വെള്ളം ഫുള്ളായി എന്റെ തൃപ്തിപ്പെടുത്താനായി സാധിക്കും എന്നറിയുന്നത് കൊണ്ടാണ് 10 രൂപ ഞാൻ കൊടുക്കാൻ സാധിക്കുന്നത്. 500 രൂപ ഈ ക്ലാസ്സിലെ വെള്ളത്തിന് തന്നെ നമ്മൾ കുടിക്കുമോ? ഒരിക്കലും കുടിക്കില്ല അല്ലെ. അപ്പൊ ഞാൻ ചിലവാക്കുന്ന പൈസ കൃത്യമായി എനിക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ ചെലവാക്കുന്നത്. അതർവൈസ് ഐ വോണ്ട്. സോ ഇവിടെ എന്താ? അത് തന്നെയാണ് ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, ടേസ്റ്റ്, പ്രിഫറൻസ്, ഇൻകം, ഹാബിറ്റ്സ്. ജനറലി ഇവയൊന്നും നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. അവയെല്ലാം കോൺസ്റ്റന്റ് ആയി നിൽക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ നോക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി തിയറി ബേസിക്കലി അസ്യൂം ചെയ്തൊരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്നാ പറയുന്നത്. ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു ബ്രേക്ക് അവിടെ ഇല്ല. ഇപ്പൊ ഞാൻ ഒരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഓറഞ്ച് കഴിക്കണം, വീണ്ടും ഒരു ഓറഞ്ച് കഴിക്കണം. സോ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഇല്ല. ഇതാണ് പിന്നീട് ഒരുപാട് തിയറികളിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്തത്. കാരണം ഹ്യൂമൻ ബീങ്സ് റാഷണലാ. അപ്പൊ ഹ്യൂമൻ ബീങ്സ് റാഷണൽ ആകുമ്പോൾ എന്തായാലും ഒരു ടൈം ബ്രേക്ക് വെക്കും അല്ലെ. ഇനി നമ്മൾ പറയുന്ന ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി ഹോമോജീനിയസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ്. അതായത് നമുക്ക് പല സോർട്സ് ഓഫ് കമോഡിറ്റീസ് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഓറഞ്ച് കഴിക്കുമ്പോ അടുത്ത നമ്മൾ വലിയ ഓറഞ്ച് ആയിട്ടല്ല അതിനെ കമ്പയർ ചെയ്യുക. ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ അതേ ഷേപ്പുള്ള ഓറഞ്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. ഇനി ഡിഫറെന്റ് യൂണിറ്റ്സ് കൺസ്യൂം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആയിരിക്കണം. അതായത് ഒരു ഇത്ര പോകുന്ന ഓറഞ്ച് കഴിച്ചാൽ ഇത്ര പോകുന്ന ഓറഞ്ച് തന്നെ ഞാൻ കഴിക്കണം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ്. അതും അബ്സേർഡാ. കാരണം എന്താ? അതായത് ഇനിയും പൈസ വേണം എന്നുള്ള ടെൻഡൻസി ഹ്യൂമൻ ബീങ്സിൽ ഇല്ലാന്ന്. അത് അബ്സേർഡ് അല്ലേ? എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു ടെൻഡൻസി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിന്റെ ഒരു ഇൻട്രോ സെക്ഷൻ ആണ് പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിലേക്ക് കടക്കാനുണ്ട്. നമ്മൾ അടുത്ത സെഷനിൽ ചർച്ച ചെയ്യും. താങ്ക് യു.